അരിയൊന്നും അരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിക്കാതെ മാവ് റെഡിയാക്കി ഉടനെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന്റെ നല്ലൊന്നും കഷ്ടപ്പാട് പോലുമില്ല. അതാ ഇതുപോലെ ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചേരുവയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരിയോ അരിപ്പൊടിയോ ഒന്നും അല്ല എടുത്തിരിക്കുന്നത്, മറിച്ച് നമ്മൾ ഗോതമ്പ് പൊടിയാട്ടോ. 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കപ്പളവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിലും ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്താൽ മതി. അപ്പോൾ ബാക്കി എല്ലാ ചേരുവകളും അതേ ഗ്ലാസ്സിന് തന്നെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 അച്ച് ശർക്കര ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ശരിക്കും കട്ടകളൊക്കെ ഒന്ന് അലന്ന് നല്ലോണം തന്നെ ഒന്നും കൂടെ തിളച്ച് വന്നാൽ മാത്രം മതി. ചില ശർക്കര എടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും, ചില ശർക്കര എടുക്കുമ്പോൾ അത്രയ്ക്കാണ് മധുരം ഉണ്ടാവില്ല. അതൊന്ന് നോക്കി മാത്രം നമ്മൾ ശർക്കരപ്പാനി ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മാത്രം മതി. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തിളച്ച് ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ അലന്ന് വന്നിട്ടുണ്ട്. അതും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നതിന് പകരം ഇതുപോലെ ചിരകിയ തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ കിടന്നുകൊണ്ട് നല്ലോണം തന്നെ ഒന്നും കൂടെ കളറ് മാറി പതുക്കെ ഒന്നും കൂടെ ചുമന്നും കൂടി വരണം. അപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കണ്ടോ, പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഇതേപോലെ ഒന്നും കൂടി ചുമക്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നോക്കി നോക്കി നിന്നിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഗ്യാസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നേരെ തന്നെ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകട്ടോ ചെയ്യുന്നത്. ഈ സമയത്ത് കറുത്ത എള്ളൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണിന് നേരെ പകുതി മാത്രം മതി. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി യോജിപ്പിച്ചും കൂടി എടുക്കുക കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് നല്ലോണം തന്നെ ഒന്നും കൂടെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരുമിച്ച് ചേർക്കേണ്ട, ഇതേപോലെ നേർപ്പകുതി ചേർത്ത് കൊടുത്ത് ശരിക്കും ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് ഒക്കെ വെച്ച് ഇതേപോലെ മിക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളൂ. ആദ്യമേ ഈ 1 കപ്പ് ശർക്കരപ്പാനി കുറച്ചായിട്ട് ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം മാത്രം ബാക്കി വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ ബേസ് ചെയ്തിരിക്കും എത്രത്തോളം നമ്മൾ ശർക്കരപ്പാനിയും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. ശർക്കരപ്പാനി മുഴുവൻ ചേർത്ത് കൊടുത്തപ്പോൾ ഈ ഒരു കട്ടിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടി പോരാ, കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് ബാക്കി വെള്ളം ഇതേപോലെ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരുപാട് കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ എക്സ്ട്രാ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുമിച്ച് ചേർക്കരുത്, നോക്കി കുറച്ച് മാത്രമായിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ചെറിയ ജീരകവും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കട്ടി കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം ശരിയാവില്ല, ഭയങ്കര കട്ടിയായി പോകും. അതുപോലെ ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവാനും പാടില്ല. നമ്മുടെ മാവിൻ്റെ ഈ ഒരു പരുവുണ്ടല്ലോ, ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒന്നുകൂടെ മാവ് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പൊട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കേണ്ട. ഉണ്ണിയപ്പച്ചട്ടിയും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ മാവ് കോരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിറച്ചൊഴിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം തന്നെ പൊങ്ങി ശരിക്കും റെഡി ആയിട്ട് വന്നോളും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഫുൾ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കേണ്ട. നമ്മളിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ പുറത്തൊക്കെ കളറൊക്കെ മാറി പെട്ടെന്ന് വെന്ത് വന്നെന്ന് തോന്നും, പക്ഷെ ഉള്ളാണെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് വെന്ത് വരില്ല കേട്ടോ. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കേണ്ട. ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം തന്നെ ഒരു വശമൊക്കെ റെഡി ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വെന്ത് കളറ് മാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിലും 2 വശം കളറൊക്കെ ഒന്ന് മാറി നല്ലോണം വെന്ത് ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അടുത്ത ബാച്ചും ഒഴിച്ചു കൊടുത്ത് നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും ഇതേപോലെ ഗ്ലാസ്സിൽ മാവ് കോരി ഒഴിച്ച് പെട്ടെന്ന് നിങ്ങളുടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഗ്ലാസ്സിൽ കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ ഒന്ന് മാറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതെന്ന് പറയ പോലുമില്ല കേട്ടോ. ശർക്കരപ്പാനി റെഡിയാക്കുമ്പോൾ ഒന്ന് മധുരം ഒന്ന് സൂക്ഷിക്കുക. അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി നോക്കി കുറച്ച് കുറച്ച് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള 1, 2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ എല്ലാവരും ഉണ്ണിയപ്പം റെഡിയാക്കി നോക്കുക. നല്ല ചൂട് ചായയുടെ കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.